ഉണ്ടായിരുന്നു നയന. പിന്നീട് അനിയാണെങ്കിലും പുറത്തേക്ക് പോകാൻ ഇറങ്ങി വരുന്ന സമയത്താണ് അനാമിക അനന്തപുരിയിലേക്ക് വരുന്നത് കേട്ടോ, വീട്ടിൽ നിന്ന് വരുന്നത്. അപ്പൊ അനിയാണെങ്കിലും കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അനാമികനെ കാണുമ്പോൾ തന്നെ എനിക്കൊരു ചെറിയൊരു ചിരിയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ നന്ദുവിനെ ജയിലിൽ പോയി കണ്ടിട്ടാണോ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ. അപ്പൊ അനാമികയാണെങ്കിലും അതിങ്ങനെ ചോദിക്കുമ്പോഴും ഭയങ്കര ദേഷ്യമാണ്. പിന്നീട് അനി പറയുന്നുണ്ടായിരുന്നു, നീ അവളെ കാക്കിയിടിക്കില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവിടുന്ന് അങ്ങ് പോയത്. അവളിങ്ങനെ കേസ് തോൽക്കുന്നതും കാണാൻ വേണ്ടി ആഗ്രഹിച്ച് അവിടെ നിന്റെ വീട്ടിൽ നിന്നതല്ലേ, നിന്റെ അച്ഛൻ വന്ന് അങ്ങനത്തെ ഒരു വാർത്ത പറയും എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് അനാമിക ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്കിപ്പോ എന്തായാലും നല്ല സന്തോഷമായല്ലോ എന്ന് പറയും. പനി പറയുന്നുണ്ടായിരുന്നു, അവള് തെറ്റൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അത് മാത്രമല്ല, ഈ വീടിന്റെ ഒരു ബന്ധു കൂടിയാണല്ലോ നന്ദു. അപ്പൊ അതുകൊണ്ട് തന്നെ അവള് രക്ഷപ്പെട്ടതിൽ എനിക്ക് നല്ല അതിയായ സന്തോഷം ഉണ്ട്. അത് ഞാൻ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അനിയുടെ സന്തോഷം അനി പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ അനാമികയ്ക്കാണെങ്കിലും അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്നിട്ട് അനാമികയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അവള് നിരപരാധിയാണെങ്കിലും അല്ലെങ്കിലും അവളുടെ സ്വഭാവം അത്ര നല്ലതൊന്നല്ല, ആണുങ്ങളുടെ മേലെ ഇങ്ങനെ കൈവയ്ക്കുന്ന ഒരുത്തിയാണല്ലോ അവള് എന്ന് പറയുമ്പോൾ അനി പറയാണ്, നിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും അവൾക്ക് വേണ്ട, അവളെ അടുത്തറിയാവുന്നവരാരും ഇങ്ങനെ പറയില്ല, അവളൊരു നല്ല പെൺകുട്ടി തന്നെയാണ് എന്നേ പറയുള്ളൂ എന്ന് പറയട്ടോ. അപ്പോൾ അവളെ കൂടുതൽ അടുത്തറിയാവുന്നത് നിനക്കായിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, അത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയിൽ അവളുടെ ടു ഇസഡ് കാര്യങ്ങൾ എനിക്ക് അറിയാമെന്ന് പറയട്ടോ. അപ്പൊ അതും അനാമികയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് അനാമികയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നന്ദുവിന് ജാമ്യം കിട്ടിയത് ഇങ്ങനെ അനന്തപുരിക്കാര് മറ്റുള്ളവരെ സ്വാധീനിക്കാനും കോടതിയെ പോലും സ്വാധീനിക്കാൻ കഴിവുള്ളവരാണല്ലോ, നിന്റെ മുത്തശ്ശിനെ ഉൾപ്പെടെ പലരും, അതുകൊണ്ടായിരിക്കും അവൾക്ക് ജാമ്യം കിട്ടിയത് എന്നൊക്കെയാണ് അനാമിക പറഞ്ഞു വരുന്നത്. പനി പറയുന്നുണ്ടായിരുന്നു, അത് ശരി തന്നെയാണ്, പക്ഷെ ഇവിടെ ഇങ്ങനെ അവൾക്ക് നന്ദുവിന് വേണ്ടി വക്കീല് വന്നിട്ട് പോലും അവളുടെ കേസ് അവള് സ്വയം വാദിച്ച് ജയിക്കുകയായിരുന്നു എന്ന് പറയൂട്ടോ. അത്രയും മിടുക്കിയാണ് അവളെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ നന്ദുവിനെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയത് നീയും നിന്റെ അച്ഛനും അമ്മയൊക്കെ തന്നെയാണെങ്കിൽ അവളിങ്ങനെ എന്തായാലും അത് അന്വേഷിച്ച് കണ്ടെത്തും. അപ്പൊ ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാണെന്ന് അനാമികയോട് പറയട്ടോ. അപ്പൊ അത്തരം പേടിയൊന്നും എനിക്കും എന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിന്റെ അച്ഛന്റെ സ്വഭാവം ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ അനി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ അച്ഛൻ നിന്റെ ആരാടാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങേരുടെ ഭാര്യ ഒന്നും ശരിയല്ല, അതുകൊണ്ടാണ് നീ ഇങ്ങനെ ആയി പോയത് എന്നൊക്കെ അനാമികയോട് പറയുന്നുണ്ടായിരുന്നു. അനാമികയ്ക്ക് അനി അങ്ങനെ പറയുന്ന അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പൊ എന്തായാലും നീ ഇങ്ങനെ സ്നേഹിക്കുന്ന നിന്റെ ഏട്ടത്തിയുടെയും അവളുടെയും ഒക്കെ അച്ഛനും അമ്മയൊക്കെ നല്ല ഇതുള്ളവരാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കളിയാക്കൂട്ടോ. അപ്പൊ ഇവിടെ ഇങ്ങനെ രണ്ട് പെൺമക്കളെ അവരിങ്ങനെ ഒന്നും അറിയാതെ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചു, അതൊക്കെ ഇവിടെ എല്ലാവർക്കും നാട്ടിൽ പാട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ. അപ്പൊ അതെല്ലാവർക്കും അറിയാമെന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു, ആ കല്യാണം കൊണ്ട് എനിക്ക് സന്തോഷമേ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ടാണല്ലോ എനിക്ക് നല്ലൊരു മനസ്സിലെ ഏട്ടത്തിനെ കിട്ടിയത് എന്നൊക്കെ പറയും. അപ്പൊ അതും അനാമികയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് പറയുന്നുണ്ടായിരുന്നു, അനിയാണെങ്കിലും ഏട്ടത്തി ഇവിടെ വന്നതോടുകൂടി ഇവിടെ എല്ലാവർക്കും നേട്ടേ ഉണ്ടായിട്ടുള്ളൂ, അതുപോലെ തന്നെ ഇങ്ങനെ ഏട്ടത്തി ജ്വല്ലറിയിലേക്ക് പോകാൻ തുടങ്ങിയതോടുകൂടി നമ്മുടെ കമ്പനിക്കും മാതൃശേട്ടനൊക്കെ നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയും. പിന്നീട് അങ്ങനെയൊക്കെ പറയുന്ന സമയത്തും അനാമിക പറയുന്നുണ്ടായിരുന്നു, എന്തായാലും അവളുടെ അമ്മായിമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ലല്ലോ, അമ്മായിമ്മ എന്നെയാണല്ലോ സ്നേഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഇങ്ങനെ വല്യമ്മയുടെ വിവരക്കേടാണെന്നേ ഞാൻ പറയുള്ളൂ, ഏട്ടത്തിനെ പോലെയുള്ള ഒരു മരുമകളെ സ്നേഹിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അനാമികനോട്, അതുകൊണ്ട് നീ ഏട്ടത്തിനെയൊക്കെ അനുകരിക്കാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അനി അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ അനാമികയാണെങ്കിലും അതും കൂടെ അങ്ങ് കേൾക്കുന്ന സമയത്ത് ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നേ. പിന്നെ നൈനിയാണെങ്കിലും ഓഫീസിൽ ഇരുന്ന് ഭയങ്കര ചിന്തയിലാണ് കേട്ടോ. ദേവയാനി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു. ഒരു അന്യ വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടി ഇങ്ങനെ ആ കുടുംബത്തിനെ ഇങ്ങനെ സ്വന്തം വീട് പോലെ സ്നേഹിക്കണമെങ്കിൽ ആ കുട്ടിക്ക് അതിന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സംസ്കാരം തന്നെയാണ്, അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് മാത്രമേ ഇങ്ങനെ അത് സ്വന്തം വീടായിട്ട് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. പിന്നെ അതിനുശേഷമാണെങ്കിൽ അബിയാണെങ്കിലും ഒരു പെൺകുട്ടീനെ ഇങ്ങനെ കരള് കൊടുത്ത കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് ദേവയാനിനെ കാണിച്ചല്ലോ. അപ്പൊ ദേവയാനി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവൻ ആ പെൺകുട്ടീനെ കാണിച്ചപ്പോ തന്നെ എനിക്ക് സംശയമായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ കുട്ടിയുടെ ഫോട്ടോ എടുത്ത് ഹോസ്പിറ്റലിൽ കാണിച്ചു. എനിക്ക് കരല് തന്ന കുട്ടീനെ കാണിച്ചു തരാനേ ഇങ്ങനെ ഡോക്ടർക്ക് മടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കരല് തരാത്ത ഒരു കുട്ടിയുടെ ഫോട്ടോ കാണിക്കുമ്പോൾ അതല്ല എന്ന് പറയാൻ അവർക്കൊരു മടി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നൈന ഓർക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അമ്മ ഇങ്ങനെ അബി ആ പെൺകുട്ടീനെ കാണിച്ചപ്പോ തന്നെ അമ്മയ്ക്ക് അറിയായിരുന്നു കരല് കൊടുത്ത കുട്ടി അതല്ലാന്ന്. അപ്പൊ അത് അമ്മ ഇങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചിരുന്നു. ഇപ്പോ അതിനുശേഷമാണെങ്കിൽ അമ്മ കരല് കൊടുത്ത കുട്ടീനെ കുറിച്ചുള്ള അന്വേഷണം നിർത്തി. അപ്പൊ എന്തായാലും കരല് കൊടുത്തത് ഞാനാണെന്ന് അമ്മ മനസ്സിലാക്കിയിട്ടുണ്ടാവണം, എന്റെ സംശയം ശരിയാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നയനിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത് കണ്ടെത്തി പുറത്തു കൊണ്ടുവരണമെന്ന് നയന മനസ്സിലോർക്കുന്നുണ്ടായിരുന്നേ. പിന്നീട് ദേവയാനി ആണെങ്കിൽ ഓഫീസിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ആദർശിന്റെ റൂമിലേക്കാണ് കേട്ടോ ആദ്യം ചെല്ലുന്നത്. അപ്പൊ അമ്മ എന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ വന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ എനിക്ക് എന്താ ഇങ്ങോട്ട് വന്നൂടെ, നീ ഇപ്പൊ ഇവിടെ ഒരുത്തിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അവള്
അവള് നേരായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നൊക്കെ എനിക്ക് അറിയണമല്ലോ, അതുകൊണ്ട് ഒരു മിന്നൽ പരിശോധന ഇടയ്ക്ക് നല്ലതാണ് എന്നൊക്കെ പറയൂട്ടോ. അപ്പൊ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്, അവൾ ഇവിടെ വന്ന ശേഷം കമ്പനിക്ക് തന്നെ ഒരു ഉണർവൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. അപ്പൊ ദേവേനയാണെങ്കിലും അതൊന്നും ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ എന്തായാലും ചോദിക്കുന്നുണ്ടായിരുന്നു, അവൾക്ക് പ്രത്യേകം ക്യാബിൻ കൊടുത്തിട്ടുണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്, ഞാനിപ്പോ ഇവിടുത്തെ ചീഫ് ഡിസൈനർ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ. പിന്നെ എന്തായാലും ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാണ്, അപ്പൊ ഇങ്ങോട്ട് കയറി ുള്ളൂ എന്ന് പറയട്ടു. പിന്നീട് നന്ദു ഇങ്ങനെ കേസ് ജയിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോ നിനക്കും അവൾക്കൊക്കെ നല്ല സന്തോഷമായി കാണല്ലോ എന്ന് പറയുന്ന സമയത്ത് അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്, എനിക്കും ഒക്കെ നല്ല സന്തോഷമായിട്ടുണ്ട്, അവള് ഒരു തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയും. എന്തായാലും ആരാർ വക്കീൽ ഇങ്ങനെ അവൾക്ക് വേണ്ടി ഹാജരായതും അത് എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല, ഒരു ഫീസ് പോലും വാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിലും എനിക്ക് ചെറിയൊരു വ്യക്തതയുണ്ട്, ഇങ്ങനെ നിനക്ക് സമയം കിട്ടുമ്പോൾ അദ്ദേഹത്തിന് വിളിച്ചൊന്ന് അഭിനന്ദിച്ചേക്ക് എന്നൊക്കെ പറയട്ടെ. അപ്പൊ അത് ഞാൻ ഫോണിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ആദർശ് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നിന്റെ ഭാര്യയുടെ അനിയത്തിനെ കേസിൽ നിന്ന് രക്ഷിച്ച ആളല്ലേ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തിന് ഒരു ചെലവ് ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയട്ടെ. അപ്പൊ അത് നൈനയും പറഞ്ഞു എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, മാരാർ വക്കീല് നന്ദുവിന് വേണ്ടി ഹാജരായെങ്കിലും നന്ദു തന്നെയാണല്ലോ നന്ദുവിന്റെ കേസ് ബാധിച്ച് ജയിച്ചത് എന്നും കൂടെ ദേവ്യാനി ഇങ്ങനെ ഭയങ്കര ചിരിച്ചുകൊണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആദർശ് അത് കാണുന്നില്ല. ദേവ്യാനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ദേവേനെ ചോദിക്കുന്നുണ്ടായിരുന്നു, നയന അവളുടെ ക്യാബിനിലാണോ എന്ന് ചോദിക്കും. അതെ, അമ്മയ്ക്ക് അങ്ങോട്ട് പോകണോ എന്നിങ്ങനെ ആദർശ് ചോദിക്കുന്ന സമയത്ത് എനിക്ക് അവളുടെ ക്യാബിനിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ദേഷ്യത്തിലാണ് പറയുന്നത്. പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഞാൻ ഇവിടുത്തെ സ്റ്റാഫിനെയൊക്കെ കണ്ടിട്ട് കുറെ ദിവസമായില്ലേ, ഞാൻ അവരെയൊക്കെ കണ്ടിട്ട് ഒന്ന് സംസാരിച്ച് അങ്ങ് പോയിക്കോളാന്ന് പറഞ്ഞ് ദേവേനെ അവിടുന്ന് യാത്ര പറഞ്ഞു പോവാണ് ആദർശിനോട്. പിന്നീട് കാണിക്കുന്നത് നന്ദും ഫ്രണ്ട്സും കൂടെ രാത്രിയിൽ അനാമികയുടെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ് കേട്ടോ. നന്ദു മാത്രമേ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ കൂടെ എല്ലാവരോടും കൂടെ ഹെൽമെറ്റ് വെക്കാനായിട്ട് പറയാണ് നന്ദു. ഇനിയിപ്പോ എന്റെ മുഖം കണ്ടാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ മുഖം അവര് കാണണ്ടെന്ന് പറയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നന്നായിട്ട് കൊടുക്കണം വേണുവിനും രേവതിക്കും തന്നെയാണ് കേട്ടോ അവര് നന്ദു ആണെങ്കിലും അവിടെ പുറത്തുനിന്ന് അവരോട് പറയുന്നത്. എന്തായാലും അവർ ഗേറ്റൊക്കെ ചാടി കടന്ന് അകത്തേക്ക് കയറുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ നമ്മൾ കോളിംഗ് ബെല്ല് അടിച്ചാലും ചിലപ്പോൾ അവര് വാതിൽ തുറന്നൊന്നും വരില്ല, അന്നത്തെ അനുഭവം ഉണ്ടായതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് പിൻവശത്തൂടെ പോയിട്ട് പിൻവശത്തെ വാതിൽ കുത്തി തുറക്കാം, അതിനുള്ള കഴിവ് നിനക്കുണ്ടല്ലോ എന്നിങ്ങനെ നന്ദു കൂട്ടത്തിൽ ഒരുത്തിനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും അവര് പിറകുവശത്തു കൂടിയാണ് കേട്ടോ പോകുന്നത്. അപ്പൊ വേണു രേവതിക്ക് ഈ സമയത്ത് നല്ല ഉറക്കമായിരിക്കും. അപ്പൊ എന്തായാലും അവര് വാതിലൊക്കെ തുറന്ന് അകത്തേക്ക് കയറിയിട്ടുണ്ട്. അവിടുന്ന് പാത്രങ്ങളൊക്കെ വീഴുന്ന ശബ്ദം കേട്ടിട്ട് രേവതി ആണെങ്കിലും ഉണരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് വേണുവിനെ വിളിക്കുകയാണ്, എന്തോ ശബ്ദം കേട്ടു എന്നൊക്കെ പറയാണ്. അപ്പൊ എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ എന്ന് പറയും. അപ്പൊ നിങ്ങൾ കൂർക്കം വലിച്ചുറങ്ങിയ ഇതെങ്ങനെ കേൾക്കാനാ, ഞാൻ എന്തായാലും കേട്ടിട്ടുണ്ട്, വാ നമുക്ക് പോയി നോക്കാന്ന് പറയട്ടോ. ഇനിയിപ്പോ വല്ല പൂച്ചയും അകത്ത് കയറിയതായിരിക്കും എന്നൊക്കെ രേവതി പറയുന്ന സമയത്ത് പൂച്ചയെ പോലെ പതുങ്ങി വരുന്ന മനുഷ്യരാവും ചിലപ്പോ എന്നിങ്ങനെ വേണു പറയട്ടും. മനുഷ്യൻ നിങ്ങൾ പേടിപ്പിക്കാതെ, അത് ചിലപ്പോ പൂച്ച തന്നെയായിരിക്കും, നമുക്കൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞ് അവർ രണ്ടും കൂടി എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നേ. വാതിലൊക്കെ തുറന്ന് പോകുന്ന സമയത്ത് അവിടെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ നിലത്ത് കിടക്കുന്നത് കാണുമ്പോൾ രേവതി പറയുന്നുണ്ടായിരുന്നു, ഇത് പൂച്ച തന്നെയാണെന്ന് പറയട്ടെ. അപ്പൊ എന്തായാലും വേണു പറയാണ്, ഇങ്ങനെ കുറുവാ സംഘം അങ്ങനെ വീട്ടിലുള്ളവരെ ഇങ്ങനെ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നിശബ്ദയായിട്ട് വന്നിട്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നു പറയുമ്പോൾ ഇത് കുറുവാ സംഘവും കുറുവടിയും ഒന്നല്ലാന്ന് രേവതി പറയാണ് കേട്ടോ, ഇത് പൂച്ച തന്നെയാണെന്ന് പറയും. അപ്പൊ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് കേട്ടോ പിറയ്ക്കുന്നത് നല്ല അടി കിട്ടുന്നത്. അപ്പൊ രണ്ടുപേർക്കും നന്നായിട്ട് ഇട്ട് തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അതും ഫ്രണ്ട്സും കൂടെ. അപ്പൊ വേണുവിനൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നീട് അവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് കൊടുത്തിട്ട് തന്നെ നന്ദുവിന്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ടായിരുന്നു, ഇനി പോവാന്ന് പറയുമ്പോ നന്ദു അങ്ങനെ അങ്ങ് പോയാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നന്ദുവിന്റെ മുഖം അങ്ങ് കാണിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, തെറ്റ് ചെയ്യാതെയല്ലേ ഞാൻ ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ സ്റ്റേഷനിൽ കിടന്നതും കോടതിയിൽ കയറിയതും, ഇനിയിപ്പോ തെറ്റ് ചെയ്തിട്ട് അങ്ങ് കയറാന്ന് വിചാരിച്ചു എന്ന് പറയാണ്. അപ്പൊ അതിനു മുന്നേ നിങ്ങളൊരു കാര്യം ഓർക്കണം, അപ്പോ അത് ഇനിയിപ്പോ നിങ്ങൾ കേസ് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അകത്ത് പോകുന്നത് നിങ്ങളും നിങ്ങളുടെ മകളൊക്കെ തന്നെയായിരിക്കും. തൃശ്ശേരിന്റെ അമ്മയ്ക്ക് പാലിൽ വിഷം ചേർത്തത് ഉൾപ്പെടെ പല കേസുകളും ഞാൻ എന്നെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തിയതും അതുൾപ്പെടെ ഞാൻ എല്ലാം പൊക്കി കൊണ്ടുവരും, അതൊക്കെ ഓർമ്മയിൽ വെച്ചിട്ട് വേണം കേസുമായിട്ട് മുന്നോട്ട് പോകാനെന്ന് പറഞ്ഞിട്ട് പിന്നീട് നന്ദു ഫ്രണ്ട്സ് അവിടുന്ന് അങ്ങ് പോവാണ്. അപ്പൊ രേവതി ആണെങ്കിലും വേണു ആണെങ്കിലും ആകെ തളർന്ന് നല്ല കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ രേവതി പറയുന്നുണ്ടായിരുന്നു, മനുഷ്യ അന്ന് എന്നെ എഴുന്നേൽപ്പിക്കുക കയറിയിട്ട് അതിന് ഞാൻ ഇവിടുന്ന് എണീറ്റിട്ട് വേണ്ടേ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യൻ എന്ന് പറഞ്ഞ രേവതി ആണെങ്കിലും വേണുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നേ. ഇതേ സമയം നന്ദുവിന്റെ വീട്ടിലാണെങ്കിലും നന്ദുവിനെ പുറത്തു പോയിട്ട് കാണാത്തോണ്ട് തന്നെ കനകയും ഗോവിന്ദനും ഭയങ്കര ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോ എവിടെ പോയത്
പോയതാണാവോ എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് നന്ദു അവിടേക്ക് വരുന്നത്. അപ്പൊ നന്ദുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എവിടെ പോയതാണ്. അപ്പൊ അനാമികയുടെ വീട്ടിൽ പോയതാണെന്നും അവരെ അടിച്ചിട്ട് കാര്യങ്ങളും എല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ നന്ദു. അപ്പൊ അവർക്കാണെങ്കിലും അത് കേൾക്കുന്ന സമയത്ത് പേടിയാണ്. അപ്പൊ ഇത് കേസാവൂലേ മോളെ, നിനക്ക് ഇങ്ങനെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹമൊന്നും ഇല്ല എന്നൊക്കെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതെന്തായാലും ഞാൻ പോവുകയും ചെയ്യും എന്ന് പറയാണ്ട്. അപ്പൊ ഇത് കേസായാലും എങ്ങനെയാന്നൊക്കെ പറയുമ്പോ അത് കേസാവൊന്നുമില്ല. അങ്ങനെ ഇത് അവർ കേസാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ നന്ദു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവര് കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർ ചെയ്തിട്ടുള്ള പല കള്ളത്തരങ്ങളും ഞാൻ പുറത്തു കൊണ്ടുവരും എന്ന് പറയാണ്ട്. പാലില് വിഷം ചേർത്തത് ഉൾപ്പെടെ, അതുപോലെ തന്നെ അനാമികയ്ക്ക് ഒരു മാല കൊടുത്തതും അവിടുന്ന് മോഷണം പോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അതുൾപ്പെടെ ഞാൻ പുറത്തു കൊണ്ടുവരും, അതിനൊക്കെ അവർക്ക് സമാധാനം പറയേണ്ടി വരും എന്ന് പറയാണ് കേട്ടോ. അപ്പൊ എനിക്കിങ്ങനെ ജോലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്തായാലും അവർ ഇതുപോലെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇത്രയെല്ലാം ചെയ്തിട്ട് നമ്മൾ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർ ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് പറയാണ്. ഒരു തെറ്റും ചെയ്യാതെയാണ് ഞാൻ ഒരു ദിവസം ഇങ്ങനെ മുഴുവൻ സ്റ്റേഷനിൽ ഇരുന്നതും കോടതിയിൽ കയറിയതും. അതൊക്കെ ഒരു പെൺകുട്ടീനെ സംബന്ധിച്ച് ഇങ്ങനെ നടക്കാൻ പാടില്ലാത്ത തന്നെയാണ്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവരിങ്ങനെ അവിടെ കയറി തല്ലിയതും. എന്തായാലും ഞാൻ അവർക്കിട്ട് നല്ലോണം കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ആണെങ്കിലും അവിടുന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ കനയ്ക്കും ഗോവിന്ദനാണെങ്കിലും ആകെ ദേഷ്യമാവുന്നുണ്ട്, ഇനിയിപ്പോ ഇത് കുഴപ്പമാവോ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദനോട് കനക ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ അറിയില്ല പറയുന്നുണ്ടായിരുന്നു. അവള് ഇവിടുന്ന് ഇറങ്ങി പോകുന്ന സമയത്തെ അവളെ തടയേണ്ടതായിരുന്നു എന്ന് ഗോവിന്ദൻ പറയാണ്. അപ്പൊ കനക പറയുന്നുണ്ടായിരുന്നു അതെങ്ങനെയാ, ഞാൻ അവളോട് ചോദിക്കാൻ ചെന്നപ്പോഴേക്കും അവള് സ്കൂട്ടറിൽ കയറി പോയില്ലേ എന്ന് പറയാണ് കേട്ടോ. അപ്പൊ അവർക്കാണെങ്കിൽ ഒരു പേടിയൊക്കെ ഉണ്ട്, ഇനിയിപ്പോ തെങ്ങാനും കേസായാലോ അനന്തപുരിയിൽ അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടായാലോ എന്നൊക്കെ ഇങ്ങനെ നന്ദുവിനോട് ആ സമയത്ത് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവില്ല, എന്നെ കള്ളക്കേസിൽ കുടുക്കിയത് ഇങ്ങനെ അവരാണ്, അനാമിക അവളുടെ അച്ഛനും ആണെന്ന് ഇങ്ങനെ ആദർശേട്ടനൊക്കെ നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് നന്ദു അവരോട് ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് ദേവയാനി അടുക്കളയിൽ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ നയന അവിടേക്ക് വരുന്നുണ്ടായിരുന്നേ. അപ്പൊ ദേവയാനിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ്, നന്ദു ഇങ്ങനെ കേസൊക്കെ ജയിച്ചില്ല, അപ്പൊ അതിന്റെ ഒരു സന്തോഷം ദേവയാനിയുടെ മുഖത്തും കാണാനുണ്ട്. നയനയാണെങ്കിൽ പിന്നെ അടുക്കളയിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് നയന ദേവയാനിനെ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ഇട്ട് വരുന്നത്. അപ്പൊ നയന വരുമ്പോ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്, നിനക്ക് റൂമിൽ ഇരുന്നാ പോരായിരുന്നോ, ചായ ഞാൻ അവിടേക്ക് കൊണ്ടുതരായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോ എനിക്കിങ്ങനെ അമ്മേനെ സഹായിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറയുമ്പോ എനിക്കത് ഇഷ്ടമല്ല, നീ ഇങ്ങനെ ഉണ്ടാക്കിയതൊന്നും കഴിക്കാൻ എനിക്കൊരു വിശ്വാസമില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് കേട്ടോ ദേവയാനി നയനയോട് സംസാരിക്കുന്നത്. നയനയാണെങ്കിലും അങ്ങനെ ദേവയാനി പുറമെ ദേഷ്യം കാണിക്കുകയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇങ്ങനെ അത് പറയുന്ന സമയത്ത് ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നീ എന്താ ഇങ്ങനെ കളിയാക്കുന്ന പോലെ ചിരിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ നയനയോട് ചോദിക്കുകയാണ്. അപ്പൊ നയന പറയുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ അമ്മയുടെ ഓരോ സ്വഭാവത്തിനെ കുറിച്ച് ഓർത്ത് ചിരിച്ചതാണെന്ന് പറയട്ടെ. അപ്പൊ എന്റെ സ്വഭാവത്തിന് ഇപ്പൊ എന്താ കുഴപ്പം, ഞാനിപ്പോ ഒന്ന് അയഞ്ഞിട്ടുണ്ട്, അതെന്റെ മകനെ ഓർത്ത് മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. പിന്നീട് എന്തായാലും നയനയാണെങ്കിലും അതുകൊണ്ട് നീയാണ് രക്ഷപ്പെട്ടതെന്ന് ദേവയാനി നയനയോട് പറയുന്ന സമയത്ത് അതൊരു രക്ഷപ്പെടലല്ലോ, എനിക്കിങ്ങനെ അമ്മേനെ സഹായിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന തന്നെയാണ് ഇഷ്ടം എന്ന് പറയാനായിട്ട്. അപ്പൊ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കേട്ടോ അനാമിക അവിടേക്ക് വരുന്നത്. അപ്പൊ അനാമിക വരുമ്പോ തന്നെ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു ആ മോള് വന്ന മോൾക്ക് ചായ വേണോന്ന് ചോദിക്കും. അപ്പൊ എനിക്ക് ചായ ഒന്നും വേണ്ടാന്ന് പറയൂ കേട്ടോ. അനാമികയുടെ മുഖത്തും ഭയങ്കര ടെൻഷനും അതൊക്കെയാണ്. അപ്പൊ എന്താ മോളുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അന്നത്തെ പോലെ തന്നെ എന്റെ വീട്ടിൽ കയറിയിട്ട് അച്ഛനെ അമ്മേനെ ആരോ തല്ലി എന്ന് പറയൂട്ടോ. അപ്പൊ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും പരിക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോ നല്ല ചതവുണ്ടെന്നാണ് അമ്മ വിളിച്ചപ്പോ പറഞ്ഞത് എന്നൊക്കെ പറയട്ടെ. അപ്പൊ നന്ദുവിനെ തന്നെയാണ് അനാമിക്കും സംശയം. അപ്പൊ അങ്ങനെ അച്ഛനെ അമ്മേനെ തല്ലിയതൊക്കെ ആരാന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാവുന്ന നയനേനെ നോക്കിക്കൊണ്ട് അനാമിക പറയുമ്പോ അതെങ്ങനെ എനിക്ക് അറിയാനാ എന്ന് പറയട്ടെ. അപ്പൊ നിങ്ങളുടെ അനിയത്തിനെ ആയിരിക്കും ഇങ്ങനെ എന്റെ അച്ഛനെയും അമ്മേനെയും തല്ലി ചതച്ചത് എന്ന് പറയുന്ന സമയത്ത് അനാമിക ഇങ്ങനെ കാര്യം അറിയാതെ ഇങ്ങനെ സംസാരിക്കരുത് എന്ന് ആ സമയത്ത് ഇങ്ങനെ നയനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ അനിയത്തിനെ കള്ളക്കേസിൽ കുടുക്കിയത് എന്റെ അച്ഛനും അമ്മയും ഞാനൊക്കെ തന്നെയാണെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ളപ്പോ അവൾ തന്നെയായിരിക്കും എന്റെ അച്ഛനും അമ്മേനെയൊക്കെ തല്ലിയത് എന്ന് പറയുന്നുണ്ടായിരുന്നേ. അപ്പൊ വെറുതെ കാര്യം അറിയാതെ ഒന്നും സംസാരിക്കരുത് അനാമിക എന്ന് പറയാണ്. അപ്പൊ ഞാൻ എന്തായാലും വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരട്ടെ വല്യമ്മ എന്ന് പറഞ്ഞിട്ട് അനാമിക അവിടുന്ന് അങ്ങ് പോകുന്ന സമയത്ത് ദേവയാനി നയനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ നിന്റെ അനിയത്തിയും ഫ്രണ്ട്സും തന്നെയാണോ അവളുടെ വീട്ടിൽ കയറിയിട്ട് അവളുടെ അച്ഛനും അമ്മേനെയൊക്കെ തല്ലി ചതച്ചതെന്ന് ചോദിക്കുമ്പോ നയന പറയുന്നുണ്ടായിരുന്നു അതെനിക്ക് അറിയില്ല അമ്മേ, പക്ഷെ ഇങ്ങനെ നന്ദുവിനെ കള്ളക്കേസിൽ കുടുക്കിയത് അനാമികയുടെ അച്ഛനാണെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് ഇങ്ങനെ ദേവയാനിനോട് നയന പറയുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്